ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് മെഡിക്കേഷൻസ് വേണ്ട ഒരു അസുഖമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ലൈഫ് ലോങ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ഡോസ് അല്ല എപ്പോഴും കഴിക്കേണ്ടത്, നമുക്ക് ഡൗൺ ടൈട്രേറ്റ് ചെയ്ത് കുറയ്ക്കാം. പക്ഷെ ഒരു ചെറിയ അളവിലെങ്കിലും മരുന്നുകൾ വേണ്ട ഒരു അസുഖം തന്നെയാണ്. അതായത് നമുക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും പോലെയുള്ള ഒരു അസുഖം തന്നെയാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അതായത് യൂറിക് ആസിഡ് ഒരു വ്യക്തിക്ക് കൂടുതലാണെങ്കിൽ ആ രോഗിക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഹൃദയാഘാതവും കൊറോണറി ഡിസീസും ഒക്കെ അല്ലെങ്കിൽ തലച്ചോറിന് രക്തസമ്മർദ്ദം ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച്, അതായത് പിന്നെ അമിതവണ്ണം ഉള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ, ടൈപ്പ് 2 ഡയബറ്റീസ്, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഈ ഗൗട്ട് വന്ന രോഗികളിൽ, അതായത് ജോയിന്റിന്റെ ഇൻവോൾവ്മെന്റ് വന്ന ആൾക്കാർക്ക് 90% ആൾക്കാർക്കും വൃക്കകളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കകൾ കല്ലായി മാറുന്നു. അതായത് ഈ നേരത്തെ പറഞ്ഞ മോണോസോഡിയം യൂറേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റല് നമ്മുടെ വൃക്കകളിലും അല്ലെങ്കിൽ യൂറിറ്ററിലും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ കല്ലായി മാറുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശബരി ശ്രീ എം ആണ്. 20% ആൾക്കാർക്ക്, അതായത് 5-ൽ 1 ഈ ജോയിന്റ് പ്രോബ്ലംസും അല്ലെങ്കിൽ വൃക്കകളുടെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർ നമുക്ക് സമൂഹത്തിൽ ഒത്തിരി പേർക്ക് സൈലന്റ് ആയിട്ട് എസിംപ്റ്റമാറ്റിക് ഹൈപ്പർയൂറീസീമിയ ഉണ്ടാവാം. പക്ഷെ അത് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അത് പല സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമുക്ക് ബ്ലഡ് ചെക്കിങ് ചെയ്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളിലോട്ട് മാറാൻ സാധ്യതയാണ്. ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ശരീരത്തിൽ ഈ യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം അസ്ഥി രോഗങ്ങളാണ് ഈ യൂറിക് ആസിഡ് കൂടിയാൽ വരാൻ സാധ്യതയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർയൂറീസീമിയ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒത്തിരി പേർക്കുണ്ടാകാം. അതായത് വെറുതെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ 6.9 അല്ലെങ്കിൽ 7 mg/% കൂടുതലും ഉണ്ടാകാം. പക്ഷെ അതിൽ 20% ആൾക്കാർക്കാണ് ഈ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്. ഈ ഗൗട്ട് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കാലിലെ ബിഗ് ടോ അഥവാ നമ്മുടെ കാലിലെ പെരുവിരലിന്റെ ആ ജോയിന്റിലാണ് കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. വളരെ വേദന ഉണ്ടാക്കുന്ന ഒരുതരം ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജോയിന്റിൽ ഇതൊരു മോണോസോഡിയം യൂറേറ്റ് എന്ന് പറയും. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ആണ്, തരികളാണ് നമ്മുടെ ജോയിന്റുകളിൽ ഇത് വന്ന് ഇങ്ങനെ തരികളായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ തേയ്മാനം പിന്നീട് ഉണ്ടാവുന്നു. ആദ്യമൊക്കെ അക്യൂട്ട് ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുന്ന ഒരു ആർത്രൈറ്റിസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ഗൗട്ടാണ്. ആ അക്യൂട്ട് ഗൗട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ നമ്മൾ ഒരു റൂമിൽ ഇരിക്കുകയാണ്, ഒരാൾ ആ ഡോർ വഴി കയറി വരുന്ന പോലും ആ ഒരു വൈബ്രേഷൻ പോലും ആ രോഗിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിനാണ് ഈ അക്യൂട്ട് ഗൗട്ട് എന്ന് പറയുന്നത്. പിന്നീട് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്രോണിക് ഗൗട്ട് ആവുന്നു. അതായത് ജോയിന്റുകളുടെ കാർട്ടിലേജ് നാശമുണ്ടായിട്ട് അവിടെ ആർത്രൈറ്റിസ്, തേയ്മാനമുണ്ടായി, ഡീഫോമിറ്റീസ്, പിന്നെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം. അത് പ്രത്യേകിച്ച് കാലിലെ ജോയിന്റുകളിലും കയ്യിലെ ജോയിന്റുകളിലും ഉണ്ടാകുന്നത്. കയ്യിലെ ജോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഈ ഫിംഗർ ജോയിന്റ്സും, കാലിലെ ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ടോ അല്ലെങ്കിൽ നമ്മുടെ പെരുവിരലിന്റെ ആ ഭാഗത്തും, പിന്നീട് മുട്ടിനെ ബാധിക്കാം, നമ്മുടെ ശരീരത്തിലെ എൽബോയെ ബാധിക്കാം, കൈമുട്ടിലെ കാൽമുട്ടിനെയൊക്കെ ബാധിക്കാം. ഇതൊക്കെയാണ് ജോയിന്റിൽ ഉണ്ടാകുന്നത്. അതായത് ജോയിന്റിനകത്ത് ഇത് തടിയായിട്ട് വരുന്നു, ജോയിന്റിന് ചുറ്റുപാടുമുള്ള കാർട്ടിലേജിനെ നശിപ്പിക്കുന്നു. ചിലപ്പോൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെവിയിലായിരിക്കും ഇങ്ങനെ വെള്ള ഒരു നോഡ്യൂളായിട്ടും ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങനെ ജോയിന്റുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. ഭക്ഷണം കൊണ്ട് മാത്രമല്ല, രോഗിക്ക് വൃക്കയിൽ തകരാറ് വരുമ്പോൾ, റീനൽ ഫെയിലർ വരുമ്പോഴത്തേക്ക് യൂറിക് ആസിഡ് കൂടാം. അപ്പൊ യൂറിക് ആസിഡ് മാത്രം ഇങ്ങനെ എലിവേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ക്രിയാറ്റിനും യൂറിയൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള ചികിത്സ, കാരണം കിഡ്നിയുടെ ഫിൽട്രേഷന്റെ തകരാറാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് ചില ജനറ്റിക് ആയിട്ടുള്ള കോസസ്, അല്ല ചില ശരീരത്തിൽ ചില എൻസൈം ഡെഫിഷ്യൻസി കാരണം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ GPRT അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ചില ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് കാരണവും ഈ യൂറിക് ആസിഡ് കൂടാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹൈപ്പോ തൈറോയിഡിസമാണ്. നമുക്കറിയാം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ തൈറോയിഡിന്റെ കുറവ് കാണുന്നത്, ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ ഈ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുമ്പോൾ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ആ ഒരു 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ അവരുടെ മെൻസ്ട്രേഷൻ ടൈമിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ
ഈസ്ട്രോജൻ ലെവൽ കൂടുതലായിരിക്കും, സ്ത്രീ ഹോർമോൺ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ പുരുഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഒരു സ്ത്രീക്ക് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ആദ്യം സംശയിക്കേണ്ട ഹൈപ്പോതൈറോയിഡിസമാണ്. കാരണം തൈറോയിഡിന്റെ കുറവാണ് സ്ത്രീക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അല്ലാതെ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ അഥവാ സ്ത്രീ ഹോർമോൺ. സ്ത്രീ ഹോർമോൺ സാധാരണ യൂറിക് ആസിഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ത്രീക്ക് ഈ മാസമുറ അല്ലെങ്കിൽ മെനോപോസ് നിൽക്കുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതൽ സാധ്യതയുള്ള പുരുഷന്മാരിലാണ്. പിന്നെ മറ്റു കാരണങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ മരുന്നുകളുടെ പാർശ്വഫലം കാരണം യൂറിക് ആസിഡ് കൂടാം. ലോ ഡോസ് ആസ്പിരിൻ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ BP നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നതിന് വേണ്ടി നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഡയൂറട്ടിക്സ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ TBയുടെ ചില മരുന്നുകൾ, ഇങ്ങനെ അപൂർവമായി മരുന്നുകളുടെ പാർശ്വഫലം കാരണവും യൂറിക് ആസിഡ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില ക്യാൻസേഴ്സ്, അതായത് മൾട്ടിപ്പിൾ മൈലോമ, ബ്ലഡ് ക്യാൻസേഴ്സ് ആയ ലുക്കീമിയ, പിന്നെ ഈ ബോൺ മാരോയെ അഫക്ട് ചെയ്യുന്ന പോളിസൈറ്റീമിയ മുതലായ രോഗങ്ങളിലും യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. ഈ കീമോതെറാപ്പി എടുക്കുന്ന രോഗികളിലും ഈ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന് യൂറിക് ആസിഡിന്റെ കൂടുതലുള്ള കാരണങ്ങൾ നിരവധിയാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഭക്ഷണ ശൈലിയും നമ്മുടെ ലൈഫ് സ്റ്റൈലും തന്നെയാണ്. ഡോക്ടർ, യൂറിക് ആസിഡ് കൂടുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇതുമൂലം അസ്ഥിരോഗങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏതെല്ലാം ശരീരഭാഗങ്ങളെയാണ് ഇവ ബാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ സമൂഹത്തിൽ വെറുതെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് എസിംപ്റ്റമാറ്റിക് ഹൈപ്പർയൂറിസീമിയ കാണും. പക്ഷെ അവർക്കൊന്നും ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിൽ 20% ആൾക്കാർക്കാണ് ഈ ഗൗട്ട് അഥവാ ഈ ജോയിന്റിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു ഡിസീസ്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാലിലെ ഈ ബിക്ടോ അഥവാ ആ പെരുവിരലിന്റെ ആ അടിഭാഗത്തുള്ള ജോയിന്റിലാണ് ഏറ്റവും കൂടുതൽ. അവിടെ റെഡ്നസ് വരുന്നു, അവിടെ ചുമപ്പ് വരുന്നു, അവിടെ നീർക്കെട്ട് വരുന്നു, അസഹനീയമായ വേദന വരുന്നു. ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് ഈ യൂറിക് ആസിഡ് കൂടുന്ന അവസരത്തിൽ അവർക്ക് ആ ജോയിന്റ് ഒരു 8-10 വർഷം കഴിയുമ്പോഴാണ് ഈ വളരെ വെള്ള നിറത്തിലുള്ള ക്രിസ്റ്റൽസ് ആയിട്ട് അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിനാണ് ടോഫി എന്ന് പറയുന്നത്. അതിങ്ങനെ ചോക്കി വൈറ്റ് ആയിട്ടിരിക്കും, വളരെ വെള്ള നിറത്തിലുള്ള കട്ടി ക്രിസ്റ്റൽസ് ആയിട്ട് അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഗൗട്ട് വന്ന രോഗികളിൽ, അതായത് ജോയിന്റിന്റെ ഇൻവോൾവ്മെന്റ് വന്ന ആൾക്കാർക്ക് 90% ആൾക്കാർക്കും വൃക്കകളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കകൾ കല്ലായി മാറുന്നു. അതായത് ഈ നേരത്തെ പറഞ്ഞ മോണോസോഡിയം യൂറേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റല് നമ്മുടെ വൃക്കകളിലും അല്ലെങ്കിൽ യൂറിറ്ററിലും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ കല്ലായി മാറുന്നു. കല്ലായി മാറുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഹൈഡ്രോനെഫ്രോസിസ് വരാം, കിഡ്നിക്ക് മൂത്രം പോലെ തടസ്സം വന്നിട്ട് വൃക്കകളുടെ വലിപ്പം കൂടാം, അവിടെ വൃക്കകളുടെ ഫിൽട്രേഷൻ അഫക്ട് ചെയ്യുന്നു, വൃക്കകളുടെ ഡാമേജും റീനൽ ഫെയിലറിലേക്കും മാറുന്നു. പിന്നെ വേറൊരു കാരണം മനസ്സിലാക്കേണ്ടത്, ശരിക്കും യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല, ഒരു ഒറ്റപ്പെട്ട ഒരു അസുഖമല്ല. അതൊരു സ്പെക്ട്രം ഓഫ് ഡിസീസസിന്റെ ഒരു ഭാഗമാണ്. അതായത് ഒരു ചെയിൻ ഓഫ് ഒരു ഡിസീസസിലെ ഒരു സിൻഡ്രോമിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ഇതിനൊരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള പഠനങ്ങൾ പറയുന്നത്. അതായത് യൂറിക് ആസിഡ് ഒരു വ്യക്തിക്ക് കൂടുതലാണെങ്കിൽ ആ രോഗിക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഹൃദയാഘാതവും കൊറോണറി ഡിസീസും ഒക്കെ അല്ലെങ്കിൽ തലച്ചോറിന് രക്തസമ്മർദ്ദം ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച്, അതായത് പിന്നെ അമിതവണ്ണം ഉള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ, ടൈപ്പ് 2 ഡയബറ്റീസ്, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഒരുമിച്ച് ഒരു ചെയിനായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാണ് സിൻഡ്രോം എക്സ് അഥവാ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ യൂറിക് ആസിഡ് മാത്രം കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ട് ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ, രോഗിക്ക് വേറെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ ഫാറ്റി ലിവർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്ന 4 മലയാളിക്ക് ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. ഈ ഫാറ്റി ലിവർ വരുമ്പോൾ 95% ആൾക്കാർക്കും ലക്ഷണങ്ങളില്ല. അപ്പൊ യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിസ്സാരമായി കാണേണ്ട ഒരു രോഗമല്ലെന്ന് ഡോക്ടർ തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെ കുറയ്ക്കാൻ കഴിയും? ശാശ്വതമായ ഒരു പരിഹാരമുണ്ടോ? എന്തെല്ലാം ചികിത്സാ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അതായത് ഇത് ആക്ച്വലി 4 സ്റ്റേജുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എസിംപ്റ്റമാറ്റിക് ഹൈപ്പർയൂറിസീമിയ, അക്യൂട്ട് ഗൗട്ട്, ഇന്റർക്രിട്ടിക്കൽ പീരീഡ്, ക്രോണിക് ഗൗട്ട് എന്ന് പറയും. ഇത് 4 സ്റ്റേജുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എസിംപ്റ്റമാറ്റിക് ഹൈപ്പർയൂറിസീമിയ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എസിംപ്റ്റമാറ്റിക് ഹൈപ്പർയൂറിസീമിയ എന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ വളരെ നമുക്ക് പ്രയാസമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ ബ്ലഡ് ചെക്ക് ചെയ്യാറില്ല. ആ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ 3 മാസത്തിലൊരിക്കലും നമ്മളൊരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ 3 മാസത്തിലൊരിക്കലും ഒത്തിരി വ്യതിയാനങ്ങൾ
ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എല്ലാ 3 മാസത്തിലും ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. അപ്പൊ അക്യൂട്ട് ഗൗട്ടാറ്റ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ കാലിലെ പെരുവിരലിന്റെ അവിടെ വേദനയായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ NSAIDs എന്ന് പറയും, ഇൻഡോമെറ്റാസിൻ പോലെയുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. സ്റ്റീറോയിഡ് മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ അവിടുത്തെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കാനാണ്. ആ സമയത്ത് ഏറ്റവും വേദനയുള്ള സമയത്ത് ഒരിക്കലും യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് യൂറിക് ആസിഡിന്റെ പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ഫോൾ അല്ലെങ്കിൽ റൈസ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അഥവാ ഈ നോൺ സ്റ്റീറോയിഡൽ ഈ ഇൻഡോമെറ്റാസിൻ, സ്റ്റീറോയിഡ്സ് അതൊക്കെ കൊടുക്കുന്നത്. പിന്നീട് അത് ക്രോണിക് സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ യൂറിക് ആസിഡ് കുറയ്ക്കുന്ന മരുന്നുകളായ അലോപ്യൂരിനോൾ, ഫെബോക്സോസ്റ്റാറ്റ് മുതലായ മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് 1 മാസം കഴിയുമ്പോൾ തന്നെ യൂറിക് ആസിഡിന്റെ അളവ് അത് കുറയും. പക്ഷെ അപ്പോഴേക്കും രോഗി ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആയാലോ, ഞാൻ ഇനി എന്തിനാ കഴിക്കണം എന്ന് പറഞ്ഞാൽ അതങ്ങ് നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നീട് അത് റീബൗണ്ട് ആയിട്ട് വീണ്ടും വരികയും യൂറിക് ആസിഡ് കൂടുകയും ചെയ്യുന്നതാണ് നോർമലി കാണുന്നത്. അപ്പൊ പിന്നീട് ഡോക്ടറെ കാണാനും സാധ്യതയില്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ റെഗുലർ ഫോളോ അപ്പിൽ വെക്കുകയും ഈ മരുന്നുകളുടെ ഡോസ് കുറച്ചിട്ട് അത് ഓൾമോസ്റ്റ് ലൈഫ് ലോങ് ഈ തെറാപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്.